ഇപ്പം ഈ മത്സ്യ നേവിയിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പ പരിപാടി അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താ? നമ്മൾ സ്വാഭാവികമായിട്ടും ജോലിയാണ്, അതിൻ്റെതായ സ്ട്രെസ്സുകൾ. ബെനിഫിറ്റ്സ് എന്ന് വെച്ചാല് സീറോ ടാക്സ്. എത്ര ലക്ഷം ചേട്ടൻ ഉണ്ടായിരിക്കും? ഞാനൊരു മിനിമം നമ്മുടെ മലയാളി വ്യൂസിന് അറിയാത്തൊരു സംഭവമുണ്ട്. ഒരു ക്യാപ്റ്റന് ഒരു മാസം 14 ലക്ഷം രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. നമ്മുടെ ഇവിടെ 14 ലക്ഷം രൂപ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ആ മർച്ചന്റ് നേവി കോഴ്സ് പഠിച്ചാൽ 14 ലക്ഷം രൂപ വരെയും ഒരു കാർഗോ ഷിപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം. ആലോചിക്കും ചേട്ടൻ ഒരു പാത്രം കഴുകണത് അല്ലെങ്കിൽ ഒരു അടിച്ചു വാരണ ഒരാളായാലും 1 ലക്ഷം രൂപയാണ് വിത്തൗട്ട് ടാക്സ് കിട്ടുന്നത്. പ്ലസ് ലിമിറ്റഡ് ആക്സസ് ടു എൻറ്റയർ കൺട്രി. നമ്മൾ രാജ്യത്ത് വന്നാലും നമ്മൊന്നും അറിയണ്ട. നമുക്കുള്ള പാസ് പുറത്തേക്ക് പോകാൻ, നമുക്കുള്ള ടാക്സി, നമുക്കുള്ള പ്രിവിലേജ്, ഇതെല്ലാം എല്ലാ രാജ്യത്തും കമ്പനികൾ നമുക്ക് സെറ്റാക്കി തരും. നമുക്ക് കുറെ റൈറ്റ്സ് ഉണ്ട്. ഇന്ന രാജ്യത്ത് പോയാൽ ഇന്ന രാജ്യത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റണം ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ ആ രാജ്യം നമുക്ക് വേണ്ടി ഫ്രീ വൈഫൈ തരും. ചില രാജ്യങ്ങളിൽ ഫ്രീ ഫുഡ് തരും. ചില രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ കുറെ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ നടത്തും. അതൊക്കെ ഭയങ്കര കാര്യങ്ങളാണ്. അതൊക്കെ ഒരു സിറ്റിസനും കിട്ടാത്ത സംഭവങ്ങളാണ്. പിന്നെ ഓരോരോ സിറ്റിസനും സീഫെയറേഴ്സ് എന്ന് തന്നെ ഒരു നെയിം ടാഗാണ് എല്ലാവർക്കും ഉള്ളത്. അത് ഓരോരോ സ്ഥലത്ത് നിന്നാലും ഓരോരോ റൂൾസ് ആയിരിക്കും. പക്ഷെ എല്ലാവരും ഈക്വൽ ആയിരിക്കും. അത് പെണ്ണായാലും ആണായാലും.